ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ കൊനാമി കഴിഞ്ഞ ആഴ്ചന് മുമ്പ് നമുക്കൊരു അപ്ഡേറ്റ് കൊടുത്തായിരുന്നു. വെർഷൻ 4.4.0 ഗൈസ്. അതിനുശേഷം നമ്മുടെ ഡിഫൻസൊക്കെ പറ്റ വീക്കാണ് ഗൈസ്. അപ്പോൾ ഡിഫൻസ് പ്ലസ് അറ്റാക്ക് ഇടുന്ന ടോപ്പ് 3 ഫോർമേഷനാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ വീഡിയോയിൽ പോകണം, ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ റൊണാൾഡീനോൻ്റെ ഒക്കെ പാക്ക് സ്പിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പറ്റിയാൽ നിങ്ങൾക്കൊന്ന് പറ്റിച്ച് നിങ്ങൾ കണ്ടോ ഗൈസ്. നമ്മളെ ഫസ്റ്റ് ഫോർമേഷൻ ഇതാണ്ടോ ഗൈസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഗൈസ് 2 ഡിഫൻസീവ് ഫുൾ ബാക്കാണ്. എൻ്റെ കയ്യിൽ ഡിഫൻസീവ് ഫുൾ ബാക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 അറ്റാക്കിങ് ഫുൾ ബാക്കിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഡിസ്ട്രോയറിന് ആവശ്യമുണ്ട്, അതുപോലെ ബിൽഡപ്പ് 2 CB ആവശ്യമുണ്ട്, പിന്നെ 2 ആങ്കർമാൻ ആവശ്യമുണ്ട്. ഒരു ബോക്സ് ടു ബോക്സ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ആവശ്യം ഒരു പ്രൊലിഫിക് വിങ്ങറാണ്. 2 പ്രൊലിഫിക് വിങ്ങർ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ നമുക്കൊരു ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് നമുക്ക് MF റോൾ കളിക്കാൻ വേണ്ട കേട്ടോ ഗൈസ്. പിന്നെ നമുക്കൊരു ഗോൾ പൗച്ചറിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗോൾ പൗച്ചറിന് അത്യാവശ്യം ഹൈറ്റ് ഹെഡിങ് എബിലിറ്റിയൊക്കെ ഉള്ളൊരു ഗോൾ പൗച്ചറിന് നിർത്തേണ്ടതാണ്. പിന്നെ നമുക്ക് വിശ്വാസമുള്ളൊരു കീപ്പറിനെ നമുക്ക് പ്ലേസ് ചെയ്യാം കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇതേപോലെയാണ് കേട്ടോ കൊടുക്കേണ്ടത് ഗൈസ്. നിങ്ങൾ ഇതേപോലെ കൊടുത്താൽ മതി. നല്ല LBC പ്ലസ് പൊസിഷൻ ആൻഡ് ക്വിക്ക് കൗണ്ടർ കളിക്കാൻ പറ്റിയ നല്ലൊരു ഫോർമേഷനാണ്. 4-2-3-1 എന്നാണ് ഈ ഫോർമേഷൻ്റെ ഒരു ഇത് വരുന്നത് കേട്ടോ ഗൈസ്. നൈസ് ഫോർമേഷനാണ് കേട്ടോ. നമ്മൾ അടുത്ത ഫോർമേഷൻ വരുന്നത് ഗൈസ് ഇതാണ്. ഇതിൽ നമുക്ക് ആവശ്യം അതേപോലെ ഡിഫൻസീവ് ഫുൾ ബാക്കിനാണ് ആവശ്യം. എൻ്റെ കയ്യിൽ ഡിഫൻസീവ് ഇല്ലാത്തതുകൊണ്ടാണ് അറ്റാക്കിങ് ഫുൾ ബാക്ക് ഇട്ടിരിക്കണേ. അപ്പോൾ നമുക്ക് ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ, പിന്നെ ഒരു ആങ്കർമാൻ സെൻറ്ററിൽ ആവശ്യമുണ്ട്, പിന്നെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറും അതേപോലെ ഒരു ഹോൾ പ്ലെയറുമാണ് ആവശ്യം. വിങ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഗൈസ്. ഒരു ഗോൾ പൗച്ചർ നമുക്ക് നടുക്കിൽ ആവശ്യമുണ്ട് കേട്ടോ. ഹോൾ പ്ലെയർ മസ്റ്റാണ്. പിന്നെ നമ്മുടെ ക്രിയേറ്റീവ് പ്ലേ മേക്കറിനെ കുറച്ച് താത്തിയിട്ട് വേണം ഗൈസ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു ആങ്കർമാൻ നമുക്ക് ഒരു കുറച്ച് ഡിഫൻസീവിൻ്റെ നടുക്കിലൊക്കെ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുക. ഹോൾ പ്ലെയർ എന്തായാലും വേണം കേട്ടോ ഗൈസ്. നമുക്ക് പിന്നെ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. നിങ്ങൾ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ഇത് ക്വിക്ക് കൗണ്ടറിൽ നല്ലൊരു ഫോർമേഷൻ ഞാൻ കളിച്ച് നോക്കിയാണ്. ഇന്ത്യയിൽ ക്വിക്ക് കൗണ്ടർ മാനേജർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാത്ത. ഞാൻ വേറെ മാനേജർ യൂസ് ചെയ്ത് കളിച്ച് നോക്കിയാണ്. നല്ല ക്വിക്ക് കൗണ്ടർ പ്ലസ് ലോങ് ബോൾ കൗണ്ടർ സീനാണ്. പൊസിഷനും അത്യാവശ്യം നല്ലൊരു ഫോർമേഷനാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മളുടെ ഉള്ളത് ഈ ഒരു ഇത് ഞാൻ പറഞ്ഞ 3 പ്ലേസ് ചെയ്യാനും പറ്റിയൊരു ഫോർമേഷനാണ് കേട്ടോ. നിങ്ങൾ ഡിഫൻസീവ് ഫുൾ ബാക്കിനെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ കയ്യിൽ ഡിഫൻസീവ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അറ്റാക്കിങ് ഫുൾ ബാക്കിനെ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഓർക്കസ്ട്രേറ്ററിന് ആവശ്യമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പാസിങ് എബിലിറ്റിയൊക്കെ ഉള്ള ഒരു DMF നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്കൊരു ആങ്കർമാൻ ആവശ്യമുണ്ട്. പിന്നെ വിങ് ഏതായാലും കുഴപ്പമില്ല. റൊമാൻ ഫ്ലാഗ് ആയാലോ പ്രൊലിഫിക് വിങ്ങർ ആയാലൊന്നും കുഴപ്പമില്ല. 2 ഗോൾ പൗച്ചിന് മസ്റ്റാണ് കേട്ടോ ഗൈസ്. ഈ ഒരു ഫോർമേഷൻ ലോങ് ബോൾ അതേപോലെ പൊസിഷൻ അതുപോലെ QC സെറ്റാണ് ഗൈസ്. നിങ്ങളൊന്ന് ഇട്ട് കളിച്ച് നോക്കിച്ച് നല്ല എഫക്റ്റീവായി തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഏത് കീപ്പറായാലും കുഴപ്പമില്ല കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള കീപ്പറിനെ നിർത്തുന്നതാണ് നല്ലത്. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിങ്ങനെ ഇതേപോലെയാണ്. നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ ആങ്കറിങ് അർണോൾഡിനെ കൊടുക്കാൻ കാരണം ഡിഫൻസീവ് ഫുൾ ബാക്ക് അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് അവിടെ ഡിഫൻസീവ് ഫുൾ ബാക്ക് ഉണ്ടെങ്കിൽ ഇത് കൊടുക്കണം എന്നില്ല കേട്ടോ ഗൈസ്. പിന്നെ പൊസിഷൻ ലോങ് ബോൾ അതേപോലെ QCക്ക് പറ്റിയ ഫോർമേഷനാണ് ഇത് 3 ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ ഗൈസ് ഈ ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, എല്ലാ പ്ലേസിലും കളിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ കറണ്ടിൽ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ ഏതാണെന്നും കൂടി ഒന്ന് പറയാം കേട്ടോ ഗൈസ്.